മുട്ടയിട്ടു. ആ മുട്ട ഇട്ടപ്പോ പരുന്തിന്റെ ഒരു മുട്ട ആ കൂട്ടിൽ നിന്ന് താഴെ വീണു. പൊട്ടിയോ? പൊട്ടാൻ പാടില്ല, പൊട്ടിയില്ല കേട്ടോ. അപ്പൊ ഒരു കർഷകൻ വന്നപ്പോ ആ മുട്ട എടുത്തു. ആ മുട്ട എടുത്ത് കോഴിക്ക് അട വെച്ചു കൊടുത്തു. കോഴിക്ക് അട വെച്ചു കൊടുത്തപ്പോ കുറെ കഴിഞ്ഞപ്പോ കോഴിമുട്ടകളും പരുന്തിന്റെ മുട്ടയും ഈ ഒരു പരുന്തിന്റെ മുട്ടയും ഒക്കെ വിരിഞ്ഞു. അപ്പോ 2-3 കോഴിക്കുട്ടികളുണ്ടാവും, ഒരു പരുന്തുംകുട്ടി ഉണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടാവൂലേ? അങ്ങനെ പരുന്ത് കോഴികളെ കൂടെ ഇങ്ങനെ നടന്ന് വലുതായിട്ടോ. വലുതായി ചറകൊക്കെ വെച്ച് വലിയ പരുന്തായി. പക്ഷെ പരുന്ത് പാറിപ്പോയോ? ഇല്ല. അത് കോഴികളെ കൂടെ നടന്നിട്ട് ഇങ്ങനെ കോഴികളെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ കർഷകൻ ഒരു ദിവസം പരുന്തിനോട് പറഞ്ഞു, എടാ നീ പരുന്താണ്, നിനക്ക് ആകാശത്ത് നോക്കാം, പരുന്തുകളൊക്കെ പാറണ പോലെ നിനക്ക് ഇങ്ങനെ പാറി നടക്കാം, നിന്റെ ചിറകൊക്കെ വലുതാണ്. അപ്പൊ പരുന്ത് പറഞ്ഞു, എനിക്ക് അതിനൊന്നും കഴിയില്ല, ഞാൻ ഈ കോഴികളെ കൂടെയല്ല ഇങ്ങനെ നടക്കണത്, എനിക്ക് അത്ര ഉയരത്തിലൊന്നും പാറാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ കർഷകൻ ഈ പരുന്തിനെ കൊണ്ടുപോയിട്ട് വലിയൊരു മലന്റെ മുകളിൽ നിന്ന് നേരെ മേലൊക്കെ അങ്ങോട്ട് എറിഞ്ഞു. അങ്ങോട്ട് എറിഞ്ഞപ്പോ പരുന്ത് എന്ത് ചെയ്തു? ആ ചിറക് ഇങ്ങനെ വിടർത്തി അങ്ങോട്ട് പറക്കാൻ തുടങ്ങി. അപ്പൊ പരുന്തിന് മനസ്സിലായി, ആഹാ ഇത് നല്ല പരിപാടിയാണല്ലോ, ഞാൻ വീണില്ലല്ലോ. എന്നിട്ട് നല്ല ഉയരത്തിൽ ഇങ്ങനെ പാറി പറന്ന് പരുന്തിങ്ങനെ നടന്നു. ഇതേപോലെയാണ് നമ്മുടെ ടീച്ചേഴ്സ്. നല്ലോണം പഠിക്കണട്ടോ, നല്ലോണം ഓതണട്ടോ, നിനക്ക് നല്ല പ്രസംഗിക്കാൻ പറ്റൂട്ടോ, നിനക്ക് നല്ല പാടാൻ പറ്റൂട്ടോ, നിനക്ക് നല്ല പഠിക്കാൻ പറ്റൂട്ടോ എന്നൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കേ അതൊന്നും പറ്റൂല അല്ലേ? പക്ഷെ നമുക്ക് പറ്റും അല്ലേ? ഈ പരുന്തിനെ എറിയണ പോലെ ഉസ്താദുമാരും ടീച്ചേഴ്സും ഒക്കെ നമ്മളെ പിടിച്ച് എറിയാൻ നോക്കുകയാണ്. അപ്പൊ നമ്മള് പിന്നിക്ക് നിൽക്കരുത് കേട്ടോ. ഉസ്താദ് എന്നെ എറിഞ്ഞോളി എന്നെ എറിഞ്ഞോളി എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ പരുന്ത് പാറി പറക്കണ പോലെ നന്നായിട്ട് പഠിച്ച് പാറി പറക്കും കേട്ടോ. എന്നാ പാട്ട് പാടല്ലേ? ഇപ്പൊ ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം 2 മിനിറ്റിലൊരു പാട്ടും. അപ്പൊ അവസാനിക്കും കേട്ടോ. നിങ്ങൾ പാടേണ്ട ഒരു വരി നിങ്ങൾ കേട്ട പാട്ടായിരിക്കും, എന്നാലും നമ്മൾ ഒന്നിച്ചൊന്ന് പാടാം കേട്ടോ. നിങ്ങൾ പാടേണ്ട വരി ഞാൻ ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾ പാടേണ്ട വരി പറയും. കരുണ തരും കരുണാമയനാമല്ലാഹു. ഒന്ന് പാടിക്കാണി. കരുണ തരും കരുണ തരും കരുണാമയനാമല്ലാഹു. ഉറക്കെ ഉറക്കെ ഉറക്കെ. കരുണാമയനാമല്ലാഹു. ഇനി ഞാൻ ഇങ്ങനെ കാട്ടുമ്പോ നിങ്ങൾ ആ വരി പാടണം കേട്ടോ. ഓക്കെ, ബാക്കി ഞാൻ പാടാം. മുന്തിരിയും മാമ്പഴവും നമുക്കായി നൽകിയതാരാണ്? കരുണ തരും കരുണാമയനാമല്ലാഹു. ഒന്നുകൂടി ഉറക്കെ പാടണം കേട്ടോ. മുന്തിരിയും മാമ്പഴവും നമുക്കായി നൽകിയതാരാണ്? നിങ്ങൾ ഓതുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെ ഓതല് അല്ലല്ലോ? ഉറക്കം ഓതല്ലേ? ഒന്ന് ഉറക്കെ പറഞ്ഞാണ്. കരുണ തരും. ഒന്നുകൂടി ഉറക്കെ. കരുണ തരും. ഇപ്പൊ ശരി. കരുണാമയനാമല്ലാഹു. പൂവുകളിൽ പറവകളിൽ ഭംഗി നിറച്ചവനാരാണ്? ഉറക്കെ. പുതുമഴയും കുടിനീരും വെറുതെ നൽകിയതാരാണ്? മാഷാ അല്ലാഹ്, നല്ല കുട്ടികൾ. പക്ഷെ ഉറക്കെ പാടാം. അപ്പൊ നിങ്ങൾ ഉറക്കെ പാടാതെ എന്താന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളിവിടെ മത്സരത്തിന് വരുമ്പോ പാടി സൗണ്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ? ശരി, എല്ലാവരും നന്നായി പാടുക, നന്നായി പ്രസംഗിക്കുക, നിങ്ങളുടെ പരിപാടികളൊക്കെ ഭംഗി